ഇന്നൊരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെ വീട്ടിലൊക്കെ എപ്പോഴും കാണുന്ന ചേരുവകൾ വെച്ചിട്ട് തന്നെയാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂണോളം സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കട്ടെ. ഞാനിവിടെ സ്കിന്നൊക്കെ കളഞ്ഞിട്ടാണ് ഈ ഒരു ചിക്കൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ മാഗിയുടെ ആ ഒരു പൗഡർ ഉണ്ടല്ലോ, അത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു പാക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മൊത്തത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അതിനുശേഷം നമുക്കിതൊരു 2 മണിക്കൂർ ഒന്ന് അടച്ചു വെക്കണം കേട്ടോ. നന്നായിട്ട് ആ ഒരു മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു പൗഡർ തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഒരു 1.5 കപ്പോളം മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഗാർലിക് പൗഡറാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഗാർലിക് പേസ്റ്റ് നല്ല പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് ഒരു 2 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഈ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ മിക്സ് ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ടെടുക്കാം. അപ്പം ഞാനിത് ഡബിൾ കോട്ടിംഗ് ആണ് കേട്ടോ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര അധികം മൈദയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് വേറൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ ഇതൊന്ന് കവർ ചെയ്തെടുക്കുക. ഒരു പ്രാവശ്യം കവർ ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് ഈ ഒരു വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കണം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് അങ്ങെടുത്താൽ മതി. എന്നിട്ട് വീണ്ടും നമ്മൾ ആ ഒരു മൈദപ്പൊടിയിലേക്ക് ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ആ ഒരു മൈദയും കാര്യങ്ങളൊക്കെ അതിൽ പിടിച്ചു വരും. നല്ല എന്താ പറയുക, ഡബിളായിട്ടുള്ള ഒരു കോട്ടിംഗ് ആയിട്ട് കിട്ടും നമുക്ക്. എന്നിട്ട് നമ്മൾ പൊരിച്ചെടുത്താൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു പാത്രത്തിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്നും മുങ്ങി നിൽക്കാൻ പാകത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് എടുക്കാൻ പറ്റും. ഒരു 10-15 മിനിറ്റോളം മതി. അപ്പോൾ ഞാനിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് പൊരിക്കുന്നത് കേട്ടോ. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതോടൊപ്പം തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം. താങ്ക്